കുട്ടമ്പുഴ ക്നാശ്ശേരിയിൽ എൽദോസിനെ കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ 7 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിന് ശേഷം കളക്ടറുടെ ഉറപ്പിൽ അയഞ്ഞ് നാട്ടുകാർ. കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ അടിയന്തര സഹായം കൈമാറി. പ്രതിഷേധക്കാർ ഉന്നയിച്ച 6 ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതോടെയാണ് രാത്രി വൈകിയുള്ള പ്രതിഷേധം അവസാനിച്ചത്. അത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ കുടുംബത്തിലെ പെൺകൾ അവിടെ ഉണ്ട്. എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അത് കൈമാറാം. രണ്ടാമത്തെ ഇവിടെ സംഭവിച്ചത് ഇവിടെ ട്രെഞ്ചിങ് കാര്യം 8 കിലോമീറ്റർക്കുള്ള ട്രെഞ്ചിങ്. ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ട്രെഞ്ചിങ് DFOയോടും റേഞ്ച് ഓഫീസറോടും വിശദമായിട്ട് ചർച്ച ചെയ്തു. ട്രെഞ്ചിങ് ടെൻഡർ ആയിട്ടുണ്ട്. കോൺട്രാക്ടർ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ ഇന്ന് 16 ഇപ്പോൾ നാളായി ഇന്ന് വർക്ക് തുടങ്ങും. 5 ദിവസത്തിനുണ്ട്. അത് നമ്മൾ എഴുതി വെക്കാം. 5 ദിവസത്തിനുള്ളിൽ ഈ ലൈറ്റ് ഫുള്ള് മെയിൻ്റനൻസ് വർക്ക് തീരും. പിന്നെ ഫുൾ ലൈറ്റ് ഇടാനുള്ളതും ഉടനെ തന്നെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് അത് തീരും. പിന്നെ RRT ഇവിടെ RRTകൾക്ക് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ള സ്പെഷ്യൽ ടീംസ്, ഇവിടെ ഉള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ള സ്പെഷ്യൽ ടീംസിൻ്റെ വണ്ടി കാര്യത്തിൽ MLA ഓൾറെഡി ഫണ്ട് വെച്ച് വണ്ടി കൊടുക്കാൻ പോകുന്നു ഇവിടെ. പക്ഷേ അത് പർച്ചേസും അതിൻ്റെ പ്രൊസീജിയേഴ്സും ഉണ്ട്. മീൻവൈൽ DFO റേഞ്ച് ഓഫീസർ വാടകയ്ക്ക് എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കും. വാടകയ്ക്ക് RRTക്കുള്ള വണ്ടിയാണ് മെയിൻ പ്രശ്നം. വണ്ടിക്കുള്ള വാടക കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പോയി പുള്ളി 1 മാസമൊക്കെ കഴിഞ്ഞേ വരുള്ളൂ. ജോലി കൃത്യമായിട്ട് പുള്ളി പറയില്ല. അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ഞാനിവിടെ വരുവാണ്. അപ്പോൾ യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് പിള്ളേരാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും, ജോലിക്കാർ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ ആനയെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. അധികാരികൾ കണ്ണു തുറന്ന് എന്തെങ്കിലും ഇനിയൊരു ഇത് ഉണ്ടാവല്ലേ, ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടം ഇത് വേറൊരു വീട്ടിലുണ്ടാവില്ല, അത്രേ പറയാനുള്ളൂ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒത്തുകൂടി ഒരു ന്യൂസ് ആക്കാനും അല്ലെങ്കിൽ അതിൽ എന്താ പറയണേ ഒരു ആളാകാനും ഒക്കെയാണ് ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ആളല്ലേ, ഞങ്ങളുടെ അത്താണ് ഞങ്ങൾ നഷ്ടപ്പെട്ടത്. ഇനിയൊരു വീട്ടിൽ ഇങ്ങനെയൊരു നഷ്ടം സംഭവിക്കാതിരിക്കട്ടെ. ഈ ഒരു പ്രായമായ അപ്പനെയും അമ്മേനെയും ഞങ്ങൾ ഇനി വിട്ടിട്ടിട്ട് ഞങ്ങൾ 100 കിലോമീറ്റർ ദൂരം അവിടെ എങ്ങനെ ഞങ്ങൾ പോയി ജീവിക്കും? കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എൽദോസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. അവിടെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി കുട്ടമ്പുഴയിൽ നിന്ന് ആസിഫ് മുഹമ്മദും കളമശ്ശേരിയിൽ നിന്ന് സഹിൻ ആന്റണിയും ചേരുകയാണ്. ആദ്യം ആസിഫിലേക്ക് പോയാൽ, ആസിഫ്, ഏതായാലും അധികൃതരുടെ ഉറപ്പ് അവിടെ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. അവർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും അവിടെ ഹർത്താൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങളിൽ എപ്പോഴേക്കും ഇവരുടെ ആവശ്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്? എത്ര ദിവസത്തിനകം അവരുടെ ഈ പരാതികൾ അവിടെ പരിഹരിക്കപ്പെടും എന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന ഉറപ്പ്? ലക്ഷ്മി, ഘട്ടം ഘട്ടമായി ഈ പരാതികൾ പരിഹരിക്കാമെന്നൊരു ഉറപ്പാണ് ഇന്നലെ കളക്ടർ നൽകിയത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഇന്നും തന്നെ ഈ ട്രെഞ്ചിന്റെ നിർമ്മാണം അടക്കമുള്ളവ ഇന്ന് തന്നെ ആരംഭിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കുന്നത്, വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നത്, ശനിയാഴ്ചക്കുള്ളിൽ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നത്. ഞാൻ അതിനു മുമ്പ് ചെറിയൊരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ മാർത്തോമ പള്ളിയിലെ വൈദികർ നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ എൽദോസിന്റെ സംസ്കാര നടപടികളടക്കം എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിക്കാം ആദ്യം തന്നെ. നമസ്കാരം. അപ്പോൾ നമ്മൾ ഏത് തരത്തിലാണത് ആസൂത്രണം ചെയ്തത്? നമ്മളിപ്പോൾ നിലവിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കളമശ്ശേരിയിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അത് ബോഡി അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഇവിടെ കൊണ്ടുവരും. 2 മണിക്ക് ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിക്കും. 2:30 ഉരുളംതണ്ണി മാർത്തോമ കോൺഗ്രിഗേഷനിൽ വെച്ച് പള്ളിയിൽ വെച്ചുള്ള ശുശ്രൂഷ ഉണ്ടായിരിക്കും. അതിനുശേഷം ചേലാട് കോതമംഗലം സെൻറ് തോമസ് മാർത്തോമ പള്ളിയുടെ സെമിത്തേരി, കുറുമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു സെമിത്തേരി ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആളുകളെ അവിടെ അടക്കാറുള്ളത്. അപ്പം ആ പള്ളിയിൽ, ആ സെമിത്തേരിയിലായിരിക്കും അടക്കം. 3 മണിയോടുകൂടെ അത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കാര്യങ്ങളെല്ലാം വിചാരിക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ അടക്കത്തിൻ്റെ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. വീട്ടിൽ 1 മണിക്കൂറോളം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീട്ടിൽ നമ്മളിപ്പോൾ ബോഡി കൊണ്ടുവന്നാൽ 2 മണി വരെ വീട്ടിലുണ്ടാവും. പിന്നീട് ഒരു അരമണിക്കൂറോളം വീട്ടിലെ ശുശ്രൂഷയുണ്ട്. അപ്പോൾ 2:30 വരെ വീട്ടിലത് കാണുമെന്നാണ് നമുക്കിപ്പം പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി ആളുകളുടെ തിരക്ക്, മറ്റു കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പം സമയം മുമ്പോട്ടോ പുറമോട്ടോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ പള്ളിയിലെ മെമ്പറാണ് ആ കുടുംബം എന്ന് പറയുന്നത്, എൽദോസ് എന്ന് പറയുന്നത്. ഡീറ്റെയിലൊക്കെ നിങ്ങളിപ്പോൾ ഓൾറെഡി അറിഞ്ഞു കാണുമല്ലോ. അപ്പം ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു അദ്ദേഹം.
അപ്പോൾ ഇന്നലെ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്കാണ് അവർ എല്ലായ്പ്പോഴും വരത്തില്ല, 2-3 ആഴ്ച കൂടുമ്പോഴും മാസത്തിലൊരിക്കലൊക്കെയാണ് വന്നു പോകുന്നത്. ഇന്നലെ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. പ്രായമായ അപ്പനും അമ്മയും ഇദ്ദേഹമാണ് ആ കുടുംബത്തിലുള്ളത്. സഹോദരി ഒരാളുണ്ടായിരുന്നത് വിവാഹം കഴിച്ചയച്ചു. അപ്പോൾ അങ്ങനെയാണ് സാഹചര്യം. അടുത്ത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം അപകടാവസ്ഥയിലാണ് നമ്മുടെ ഈ ഒരു ഇത് കടന്നു പോകുന്നത് എന്നുള്ളത്. നമ്മളിന്ന് ഒരു നാട്ടുകാരുടെ ഒരു നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം കൂടെ അതിനുശേഷം രേഖപ്പെടുത്താനുള്ള അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നലെ ഒരു 3 മണി വരെ ഇവിടെ ആളുകളുടെ ശക്തമായൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജില്ലാ കളക്ടറും MP MLA എന്നിവർ വന്ന് ഉറപ്പുകൾ നൽകി. അതായത് 1 ഈ ട്രഞ്ച് ഇവിടെ കുഴിക്കാമെന്നുള്ളത്, 2 ഫെൻസിങ് കെട്ടാമെന്നുള്ളത്, പിന്നീട് അവർക്ക് ആവശ്യമായ കോമ്പൻസേഷൻ അത് കൊടുക്കാമെന്നുള്ളത്, പിന്നീട് മറ്റ് ചില വഴിവിളക്കുകൾ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാം എന്നുള്ള 100% ഉറപ്പ് നടത്താമെന്നും. ഒരു വഴിവിളക്ക് സംവിധാനം പലതും മെയിൻറ്റൈൻഡ് അല്ല, ഇപ്പം ഉണ്ട്. ഇന്നലെ ഇപ്പം അത് ഇന്നലെ നമ്മൾ ആ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടതാണ്. ഒരു നല്ലൊരു ലൈറ്റിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പലപ്പോഴും ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നവരെ രാത്രിയാണെങ്കിലും ഒക്കെ. അപ്പം വാഹനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വാഹനത്തിന് വെട്ടമുണ്ട്. ഇവിടെ 90% ആളുകൾക്കും സ്വന്തമായിട്ടൊരു 2 വീലർ പോലും ഇല്ല. 70 വീട്ടുകാരുണ്ട്. ഒരു 5-6 വീട്ടുകാർക്കേ ഉള്ളൂ 2 വീലറും ഒരു കാറും എന്നൊക്കെ 1-2 പേർക്ക് അങ്ങാണ്ട് ഒരു കാറും ഒക്കെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പല ആളുകളും നടക്കും. ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇല്ല. ഇത് കിലോമീറ്റർ മാത്രമല്ല, റോഡ് കുറച്ച് വീടുകൾക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. ബാക്കി എല്ലാ വീടുകളും മലയിലും തോട്ടങ്ങളുടെ നടുക്കും ഒക്കെയാണ്. പല വീടുകളിലും വണ്ടി അല്ലത്തില്ല. ഒരു നല്ലൊരു ശതമാനം ആളുകളുടെ വീട്ടിലും വണ്ടി അല്ലത്തില്ല. കുറച്ച് ആളുകളുടെ വീട്ടിൽ മാത്രമേ വണ്ടി അല്ലത്തുള്ളൂ. ആ ഈ റോഡ് അവസാനിക്കുന്നിടം വരെ ആളുകളുടെ വീട്ടിൽ വണ്ടിയിൽ, മലകളിലും എല്ലാം വീടുകളുണ്ട്. തീർച്ചയായും അവർ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളിലുമാണ്. ആ സമയത്താണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മളോടൊപ്പം എത്തുന്നത്. എനിക്കറിയാം ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഇന്നലെ എൽദോസ് കൊല്ലപ്പെട്ടത്. അതിന് തൊട്ട് പിന്നാലെ, ഞാൻ നിൽക്കുന്നതിന് തൊട്ട് പിന്നാലെ അടക്കം വീടുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇവിടെ തോട്ടം മേഖലയാണ്. ഒരു ഭാഗത്ത് വനാതിർത്തിയാണെങ്കിൽ പോലും മറ്റു ഭാഗത്ത് തോട്ടം മേഖല അടക്കമുള്ള എല്ലാ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. പണ്ട് കാലത്ത് വലിയ രീതിയിലുള്ള മറ്റ് കൃഷികളെല്ലാം ഉണ്ടായിരുന്നൊരു പ്രദേശമാണ്. പക്ഷേ ഇപ്പോൾ ആകെ ചെയ്യാൻ കഴിയുന്നത് റബ്ബറാണ്. അതുപോലും കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല. മറ്റ് വാഴയോ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്താൽ അത് പൂർണ്ണമായും കാട്ടാനയും മറ്റ് വന്യമൃഗങ്ങളും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ജീവിക്കാൻ കഴിയാതെ സാഹചര്യത്തിലാണ് ഇവിടുത്തെ ആളുകൾ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായ കൃഷി അടക്കം നിലച്ച സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടട്ടെ എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർക്കും പറയാനുള്ളത്. ലക്ഷ്മി, എന്തായാലും എൽദോസ് ഒരു ഒടുവിലത്തെ ഇരയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കാം. ഇപ്പോൾ കളമശ്ശേരിയിൽ നിന്നും സഹിൻ ആൻ്റണി ചേരുന്നു. സഹിൻ, എൽദോസിനെ ആന അത്രയ്ക്കും ക്രൂരമായാണ് കൊല ചെയ്തത്. ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള മുറിവുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അവിടെ നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരിക. പോസ്റ്റ്മോർട്ടം എപ്പോഴേക്കും പൂർത്തിയായി മൃതദേഹം വിട്ടുകൊടുക്കാനാകുമെന്നാണ് കരുതുന്നത്? ലക്ഷ്മി, രാവിലെ 8 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ ഈ പറയുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികാരികളുടെ ഭാഗത്തുനിന്നും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികളായിരുന്നു തുടക്കത്തിൽ. അവർ പരമാവധി വേഗത്തിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. തുടർന്ന് പോസ്റ്റ്മോർട്ടം 10 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. പോസ്റ്റ്മോർട്ടം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പനേരത്തിനുള്ളിൽ തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷകളെ കുറിച്ചെല്ലാം ആസിഫ് പറഞ്ഞിരുന്നു. ഇവിടെ അത് മോർച്ചറിയിലും ചെറിയ പ്രാർത്ഥന ഉണ്ട്. കളമശ്ശേരി മാർത്തോമാ പള്ളിയിലെ അധികാരികളും ഒപ്പം തന്നെ അവിടുത്തെ വിശ്വാസികളുമെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ സഭയുമായി അടുത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ കളമശ്ശേരി മാർത്തോമാ പള്ളിയിലെ വികാരി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അല്പനേരത്തിനുള്ളിൽ തന്നെ പ്രാർത്ഥനാ നടപടികളൊക്കെ ഇവിടെ ആരംഭിക്കുമോ? ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. കാരണം പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കൊട്ടമ്പുഴയിലേക്ക് ഉരുളൻതണ്ണയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടെ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അവിടുത്തെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട നിതിൻ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അത്യാവശ്യം ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്തു നോക്കാനായിട്ട്. നമ്മുടെ ഉരുളൻതണ്ണി മിഷൻ സെൻ്ററിലെയും കുട്ടമ്പുഴ മാർത്തോമാ പള്ളിയിലെ വികാരി അയക്കുന്ന അച്ഛൻ ആ കാര്യം നമ്മളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ വിശ്വാസികളൊക്കെ ഇടയ്ക്ക് ആ പ്രദേശമൊക്കെ സന്ദർശിക്കുന്നതല്ല? മിഷൻ ഫീൽഡൊക്കെ ഞങ്ങൾ സന്ദർശിക്കുന്നതാണ്. ഞങ്ങൾക്ക് വലിയ ഖേദമുണ്ട്. അവിടെ അതിലുള്ള സഹവിശ്വാസികളുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അധികാരികളുടെ മുന്നിൽ എത്തിച്ചിരുന്നതായിരുന്നു? ഞങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകമായി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇത് ഗൗരവമായി എടുത്തുകൊണ്ട് സഭയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളും അവിടുത്തെ പ്രദേശങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ ഉന്നയിക്കും.
അതുതന്നെയാണ്. എന്തായാലും ലക്ഷ്മി, അയൽവാസികളടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പനേരത്തിനുള്ളിൽ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹിൻ ആന്റണിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ആൽവിൻ കൂടി ചേരുകയാണ് കുട്ടമ്പുഴയിൽ നിന്നും. ആൽവിൻ, ഫെൻസിംഗ് സ്ഥാപിക്കുന്ന സ്ഥലത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പലപ്പോഴായി നാട്ടുകാർ ഉന്നയിച്ച ആവശ്യമാണ്. അത് ഫെൻസിംഗ് സ്ഥാപിക്കുന്നു, അത് കേടുവരുന്നു, പക്ഷേ അതിൽ ഒരു നടപടിയും ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്ന സ്ഥിതിയായിരുന്നു. ഏതായാലും ഒരാളുടെ ജീവൻ നൽകേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും ആ നടപടികൾ അവിടെ വീണ്ടും ആരംഭിക്കാനല്ലേ? തീർച്ചയായും ലക്ഷ്മി, വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ വേണം നമുക്ക് ഇപ്പോൾ ഈ പെട്ടെന്നുള്ള ഒരു നടപടി എന്ന നിലയിൽ വനംവകുപ്പ് ഇത്തരം നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഇതിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇതൊരു നമുക്ക് ഇടതുവശത്ത് കാണുന്നത് വനമേഖല തന്നെയാണ്. ആ വനമേഖലയിൽ ആണെന്നാണ് ഈ ആന അപ്പുറത്ത് മറുവശത്തേക്ക് പോയിട്ടുള്ളത്. ഇപ്പുറം വശം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ഭൂമിയാണ്. അവിടെ കൃഷിയുമൊക്കെ ഉള്ളതാണ്. ഇപ്പം നമുക്ക് കാണാവുന്ന പോലെ ഈ കൈതച്ചക്ക ഉൾപ്പെടെയുള്ള കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഈ കാണുന്ന തടി ആന തള്ളിയിട്ടതാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. ഈ സ്ഥലങ്ങളിലെല്ലാം ആന മിക്കവാറും പോകുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ അവിടെ ഫെൻസിങ് നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഡ്രഞ്ചിങ് നടത്തുന്നതിനും വേണ്ടിയുള്ള നടപടികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ അവർ അളവെടുത്ത് പോവുകയാണ്. ഈ ഡ്രഞ്ച് കുഴിച്ചുകൊണ്ട് ആന ഈ മറുവശത്തേക്ക് വരാതിരിക്കാൻ, ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുന്ന ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ട നടപടികൾക്കുള്ള തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ നടപടികൾ തുടങ്ങിയത്. അവർ അളവെടുത്ത് പോവുകയാണ്. എത്ര നീളത്തിലുള്ള ഡ്രഞ്ച് വേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് അളവെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ കാണുന്നത്, ഇപ്പോൾ മുകളിൽ കാണുന്നത് ഈ പ്രൈവറ്റ് പാർട്ടി വച്ചിരിക്കുന്ന ഫെൻസിംഗ് ആണ്. ഇതിന് ഇതുപോലെ തന്നെ സർക്കാരിൻ്റെ ഫെൻസിങ്ങും അല്ലെങ്കിൽ വനംവകുപ്പ് സ്ഥാപിക്കാനുള്ള ഫെൻസിങ്ങും ഉടൻ തന്നെ സ്ഥാപിക്കും. അതിന് വേണ്ട നടപടികൾ കൂടിയാണ് നടത്തി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിലൂടെ പറയാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലുള്ള നടപടി ഇപ്പോൾ പൊടുന്നനെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പല ആവശ്യങ്ങളാണ് നമ്മൾ പലതവണ പറഞ്ഞതുപോലെ പല ആവശ്യങ്ങളാണ് അവർ നാട്ടുകാർ മുന്നോട്ട് വെച്ചത്. ഈ പ്രദേശം ആകെ വലിയ തോതിൽ കാട്ടാന ശല്യം ഉള്ള പ്രദേശമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ജനവാസ മേഖലയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് കാട്ടാനകൾ കടന്നു വരാതെ പൂർണ്ണമായും തടയുക എന്നതിന് വേണ്ടിയാണ് ഈ ഡ്രഡ്ജിങ്ങിനോടൊപ്പം അതോടൊപ്പം തന്നെ സോളാർ വേലി സ്ഥാപിക്കുകയും കൂടി ചെയ്യുമ്പോൾ കാട്ടാന വരില്ല എന്നതാണ് അവരുടെ ഒരു വിശ്വാസമായി അവർ പറയുന്നത്. അങ്ങനെയാണ് അതിനുവേണ്ടിയുള്ള നടപടികളാണ്. നമുക്ക് കാണുന്നത് പോലെ ഈ തടിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന മറിച്ചിട്ടുവെന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇത് പ്രൈവറ്റ് സ്ഥലത്തേക്ക് കടക്കണമെങ്കിൽ അവിടെ സോളാർ ഫെൻസിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വൈദ്യുതി കമ്പി സ്ഥാപിച്ചിട്ടുണ്ട്. ആ വൈദ്യുതി കമ്പി തകർക്കാൻ വേണ്ടിയാണ് കാട്ടാന ഇത് തള്ളിയിട്ടതെന്നാണ് ഇപ്പോൾ നമുക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത്തരം കാഴ്ചകളാണ് ഈ വനമേഖലയോട് ചേർന്നുള്ള കാഴ്ചകളായി നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്ത്. ആ ഭീതി ഒഴിയുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവർക്ക് സ്വൈര്യമായി നടക്കാനും സഞ്ചരിക്കാനും വാഹനത്തിൽ പോകാനും ഒക്കെയുള്ള അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകണമെന്നാണ് അവരുടെ ആവശ്യം. അതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ താൽക്കാലികമായി എങ്കിലും പെട്ടെന്ന് വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് അളവെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. അത് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഡ്രഞ്ചിങ്ങിന് വേണ്ടിയുള്ള അളവെടുപ്പാണ് ഇപ്പോൾ പൊടുന്നനെ തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ തുടർ നടപടികൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. JCB അടക്കം വന്ന് ഡ്രഞ്ചിങ്ങിന് വേണ്ടി കുഴിയെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാകുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. നാട്ടുകാർ വലിയ തോതിൽ ഇന്നലെ പ്രതിഷേധം അറിയിച്ചിരുന്നു. വലിയ രോഷപ്രകടനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം ഒരു നടപടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. വനംവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം നടപടികളിലേക്ക് പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി ജോൺസന്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്ന ശേഷമാകും വീട്ടിൽ പൊതുദർശനത്തിന് ശേഷമാകും സംസ്കാര നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ 3 മണിയോടുകൂടി ഒരു ജനകീയ കൂട്ടായ്മയുടെ ഒരു വലിയ പ്രതിഷേധ മാർച്ച് കോതമംഗലത്ത് അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് DFO ഓഫീസിലേക്കാണ് ആ മാർച്ച് പോകുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ പ്രതിഷേധ മാർച്ചിൽ എല്ലാ സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാരും ഒപ്പം ആളുകളും മുഴുവൻ ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളും പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലുള്ള മാർച്ചല്ല, വലിയൊരു ജനകീയ പ്രതിഷേധ മാർച്ച് എന്ന നിലയിലാണ് ആ മാർച്ച് അവർ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ആൽവിൻ തോമസ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.